വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ശബരിമല തീർത്ഥാടകരുടേതുൾപ്പെടെ ആയിരക്കണക്കിന് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന നിലയ്ക്കലിൽ ആവശ്യത്തിന് ശുചിമുറികളില്ല. വിരിവെക്കുന്നതിനും വിശ്രമിക്കുന്നതിനുമുള്ള സൗകര്യവും പരിമിതമാണ്. തീർത്ഥാടകരുമായി എത്തുന്ന വാഹനങ്ങളുടെ ഡ്രൈവർമാരാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത്. നമ്മളിപ്പോൾ വെള്ളം ഒരു ഡ്രമ്മിൽ അടിച്ചു വെച്ചിട്ട് അതിൽ നിന്ന് തന്നെ ബക്കറ്റിട്ട് കോരും, നിലത്തുകൊണ്ടൊക്കെ പോയിട്ട് അതിൽ നിന്ന് എടുത്ത് കോരും. അതുകൊണ്ട് തന്നെ ആൾക്കാർ മുഖം ഞങ്ങൾ അത് കഴുകാറുള്ള കാരണം കണ്ടിട്ട് ആ ബക്കറ്റ് തന്നെ ഇട്ടിട്ടാണ്. വൃത്തിയില്ല, തീരെ വൃത്തിയില്ല. ശബരിമലയുടെ പ്രധാന ബേസ് ക്യാമ്പ്, ആയിരക്കണക്കിന് ഭക്തരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന കേന്ദ്രം, അങ്ങനെ പ്രത്യേകതകൾ ഏറെയാണ് നിലയ്ക്കലിന്. പക്ഷേ അടിസ്ഥാന സൗകര്യങ്ങളിൽ ഇവിടം ഇപ്പോഴും ഏറെ പിന്നിലാണ്. ശബരിമലയിലേക്കെത്തുന്ന വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന പ്രധാന കേന്ദ്രമാണ് നിലയ്ക്കൽ. സന്നിധാനത്തും പമ്പയിലും തിരക്ക് വർദ്ധിച്ചാൽ വാഹനങ്ങൾ നിയന്ത്രിക്കുന്നതും നിലയ്ക്കലാണ്. ദിവസവും 10,000-കണക്കിന് ആളുകൾ എത്തുന്ന ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒട്ടുമില്ല. പരിമിതമായ ശുചിമുറികൾ മാത്രമാണുള്ളത്. അവയുടെ അവസ്ഥയാകട്ടെ പരിതാപകരവും. ബയോ ടോയ്ലറ്റുകളിൽ ഒരിക്കൽ കയറിയവർ പിന്നെ കയറുകയേയില്ല. പാർക്കിംഗ് കേന്ദ്രത്തിൽ മണിക്കൂറുകളോളം കിടക്കുന്ന ഡ്രൈവർമാർ നരക ജീവിതമാണ് നയിക്കുന്നത്. പാർക്കിംഗ് അനുവദിക്കുന്നതിന് ഓരോ വാഹനത്തിനും 50 രൂപയാണ് ഫീസ്. എന്നാൽ ഇതിനുവേണ്ട സൗകര്യങ്ങളൊന്നും ഇവിടെയില്ല. ബാക്കി അവർ തന്നെ പറയും. പല്ല് തേക്കാനും കാര്യങ്ങളൊക്കെ വെള്ളം താഴത്തുനിന്ന് ബോട്ടിലെല്ലാം മേടിച്ചുകൊണ്ടിരിക്കും. ഇവിടുത്തെ വെള്ളം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. എന്താ കാര്യം വെച്ചെങ്കിൽ ഈ ബാത്റൂമിൽ പോണ ബക്കറ്റ് തന്നെയാണ് നമ്മൾ ഈ പല്ല് തേക്കാനും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത്. കുടിവെള്ളം വന്നിട്ട് വേറൊരു ടാങ്ക് ഉണ്ട്, അതുപോലെ തന്നെ കുളിക്കാൻ വേണ്ടി ടാങ്ക് ഉണ്ട്. രണ്ടുമൊക്കെ അടുത്തടുത്ത് തന്നെയാണ്. അപ്പോൾ നമ്മളൊക്കെ താഴെ തന്നെ വെള്ളം മേടിച്ച് വരിക ചെയ്യാം. ടോയ്ലറ്റിന്റെ അവസ്ഥ പരിതാപകരമാണ്. ഞങ്ങളിപ്പോൾ 10 മണിക്ക് വന്ന ആൾക്കാരാണ്. രാവിലെ 10 മണിക്ക് കഴിഞ്ഞ് പോവുള്ളൂ. നാളെ രാവിലെ 10 മണിക്കേ പോവുള്ളൂ. ടോയ്ലറ്റ് ഭക്ഷണം പിന്നെ നമുക്ക് പ്രശ്നമല്ല, ഹോട്ടലുണ്ട്. KSRTC ബസ് സ്റ്റാൻഡിന് സമീപമുള്ള ജർമ്മൻ പന്തൽ ഭക്തർക്ക് വിശ്രമിക്കാനുള്ള ഒരേ ഒരു സൗകര്യം. നിലത്ത് വിരിവെക്കണം, അവിടെ തന്നെ ഇരിക്കണം. ഉറങ്ങാൻ തോന്നിയാൽ അവിടെ തന്നെ ഉറങ്ങുകയും വേണം. ഭക്തർക്ക് കൂടുതൽ വിശ്രമ സൗകര്യങ്ങൾ ഒരുക്കുമെന്ന് ദേവസ്വം ബോർഡ് പറഞ്ഞെങ്കിലും ഇതുവരെ നടപ്പായിട്ടില്ല. ദുരിതം വന്നാൽ ദുരിതം. ഇഷ്ടംപോലെ ആൾക്കാർ നോക്കിയാൽ കാണാനല്ല, 10,000 ഒന്നുമല്ല, ഇഷ്ടംപോലെ ആൾക്കാരുണ്ടല്ലേ. ഇത് മൊത്തം വണ്ടി നോക്കിയാൽ അവിടെ ഒക്കെ കാണാൻ വണ്ടി ഇഷ്ടംപോലെ വണ്ടി. 50 രൂപ നമ്മുടെ പാർക്കിംഗ് മേടിക്കുന്നുണ്ട്, അതിനുള്ളൊന്നും ഇവിടെ ഇല്ല. ഇതിപ്പോ ഇവിടെ ഇത്തിരി നല്ല സ്പേസ് ആണ്. മറ്റുള്ള ആൾക്കൊക്കെ വണ്ടിയാണെന്ന് വെറുതെ തിരിയുള്ളൂ. എന്തോ എത്ര ആൾ തള്ളിട്ടാണ് വണ്ടിയൊക്കെ ആയിരുന്നു. ഒരു തരത്തിലും സ്വാമിമാർ ബുദ്ധിമുട്ടാവരുതെന്ന് തന്നെയാണ് ഭക്തന്മാർ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്ക് പറയാനുള്ളത്. കുറെ വണ്ടികൾ ഒരുമിച്ച് കൂട്ടിയിടാനുള്ള ഒരു കേന്ദ്രം എന്നതിനപ്പുറം നിലയ്ക്കലിനും ഒരു മാസ്റ്റർ പ്ലാൻ അത്യാവശ്യമാണ്. രാജ്യത്തെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ് ശബരിമല. പക്ഷേ അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ കാര്യത്തിൽ ശബരിമലയും പമ്പയും നിലയ്ക്കലുമൊക്കെ ഏറെ പിന്നിലാണ്. ഗീർവാണങ്ങൾക്കപ്പുറം വികസനമുണ്ടാകട്ടെ, അപ്പോൾ ഭക്തർക്ക് കുറച്ചുകൂടി മെച്ചപ്പെട്ട ദർശന സൗകര്യം ഇവിടെ ലഭിക്കും. പത്തനംതിട്ടയിൽ നിന്ന് എ വി ജയശങ്കർ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.